എന്തോ വൈരാഗ്യമുള്ള പോലെ പെയ്തുകൊണ്ടിരുന്ന മഴയ്ക്ക് ചെറിയൊരു ശമനം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശമനം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ചെറുതായിട്ട് മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനെ നിൽക്കും, അതായത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വേണമെങ്കിൽ തുണി അലക്കിക്കോ എന്നുള്ള മട്ടിലാണ്. തുണി അലക്കിയെങ്ങാനും വിരിച്ച് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും മഴ. അപ്പോൾ എനിക്ക് തോന്നുന്ന വൈരാഗ്യം തന്നെയല്ലേ, നമ്മൾ തുണി അലക്കാൻ നിൽക്കുമ്പോൾ മഴയില്ല, അത് കഴിഞ്ഞങ്ങോട്ട് മഴ തുടങ്ങും. പിന്നെ മഴ നല്ല അങ്ങ് പെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ 2-3 സാധനങ്ങൾക്ക് നമുക്ക് നാശനഷ്ടം ഉണ്ടായിരുന്നു. അതായത് കുറേ വാഴയെല്ലാം ഒടിഞ്ഞു വീണത്. ഇപ്പോൾ എത്ര വാഴ ഒടിഞ്ഞു വീണെന്നറിയില്ല. ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ നടക്കുന്ന വഴിയായത്, അത് നേരെ അങ്ങോട്ട് കുറുകെ വീണിട്ട് പിന്നെ കുനിഞ്ഞ് വേണമായിരുന്നു പോകാൻ, അത് വെട്ടി മാറ്റുന്നവരേക്കും. ഇതിനകത്ത് എത്ര എണ്ണം പൊട്ടിപ്പോയി എന്നല്ല, എത്ര എണ്ണം ഒടിഞ്ഞു വീണിട്ടുണ്ടെന്ന് അറിയില്ല. അത് മാത്രമല്ല, പിന്നെ നമ്മുടെ കപ്പങ്ങ മരവും അതുപോലെ അമ്പഴങ്ങ മരമൊക്കെ ഒടിഞ്ഞു വീണല്ലോ. അമ്പഴങ്ങ മരം ഒടിഞ്ഞു വീണില്ല, അതിൻ്റെ ചില്ല 2-3 പൊട്ടി വീണേ. കണ്ടില്ല, ഈ 2-3 അങ്ങ് ഒടിഞ്ഞു വീണ്. അപ്പോൾ അതിനകത്ത് കുറേ അമ്പഴങ്ങ ഉണ്ടായിരുന്നു. അമ്മ പിന്നെ കുറേ അമ്പഴങ്ങ സാലഡോ എന്തൊക്കെയോ കുറേ ഉണ്ടാക്കിയായിരുന്നു. അത് പിന്നെ നല്ല ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല രുചിയാണ്. കാരണം അധികം പുളിയില്ല, നമുക്ക് മുറിച്ച് മാങ്ങ കഴിക്കുന്ന പോലെ കഴിക്കാം. അത്യാവശ്യം നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ കപ്പങ്ങയുടെ കാര്യം കണ്ടില്ലേ, എല്ലാ കപ്പങ്ങ മരവും ഒടിഞ്ഞു വീണു, കെട്ടി നിർത്തിയിട്ട് പോലും ഒടിഞ്ഞു വീണ് കേട്ടോ. പിന്നെ ഈ കോഴീൻ്റെ ഫാമിൻ്റെ മേലോട്ടൊന്നും വീണില്ല, അല്ലാതെ തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വീണ്. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അമ്മ എല്ലാം വെട്ടി ക്ലിയർ ചെയ്ത് കപ്പങ്ങയൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത് വേണ്ട, ഇത് കുറച്ചെണ്ണം കൊണ്ട് അമ്പാടിക്ക് കൊടുത്തു എന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ വീട്ടിൽ തോരൻ, അവിയൽ, സാമ്പാർ മുതലായ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പോയി എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ.